നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഹോളി റോമൻ എംപയറിനെ കുറിച്ചാണ്. വിശുദ്ധ റോമാ സാമ്രാജ്യത്തെക്കുറിച്ചാണ്. ദി ഹോളി റോമൻ എംപയർ. ദി വെസ്റ്റേൺ റോമൻ എംപയർ വിത്ത് ഇറ്റ്സ് ക്യാപിറ്റൽ അറ്റ് റോം came to an end due to the continuous invasions of the Germanic tribes. ഇവിടെ ആദ്യം പറയുന്നത് വെസ്റ്റേൺ റോമൻ എംപയർ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. റോമൻ എംപയർ രണ്ടായി തിരിച്ചതിൽ വെസ്റ്റേൺ റോമൻ എംപയർ എന്നും ഈസ്റ്റേൺ റോമൻ എംപയർ എന്നും രണ്ടായി തിരിച്ചിരുന്നു. ഈ രണ്ട് എംപയറിൽ ഈസ്റ്റേൺ റോമൻ എംപയർ എങ്ങനെയാണ് ഡൗൺഫാൾ ചെയ്തത് അല്ലെങ്കിൽ തകർന്നു പോയതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വെസ്റ്റേൺ റോമൻ എംപയർ എങ്ങനെ തകർന്നു എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ പറയുന്നതാണ് ദി വെസ്റ്റേൺ റോമൻ എംപയർ വിത്ത് ഇറ്റ്സ് ക്യാപിറ്റൽ അറ്റ് റോം. ഇപ്പോൾ വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ ഏതായിരുന്നു? ദാറ്റ് ഈസ് റോമായിരുന്നു. ദാറ്റ് കെയിം ടു ആൻ എൻഡ്, ഇത് തകർന്നു, അവസാനിച്ചു. കെയിം ടു ആൻ എൻഡ് ഡ്യൂ ടു ദി കണ്ടിന്യൂസ് ഇൻവേഷൻസ് ഓഫ് ദി ജർമാനിക് ട്രൈബ്സ്. ജർമാനിക് ഗോത്രത്തിൻ്റെ കണ്ടിന്യൂസ് ഇൻവേഷൻ, തുടർച്ചയായിട്ടുള്ള ഇൻവേഷൻ, കടന്നുകയറ്റത്തിൻ്റെ ഭാഗമായിട്ട് ആർക്ക് തകർച്ചയുണ്ടായി? വെസ്റ്റേൺ റോമൻ എംപയറിന് തകർച്ചയുണ്ടായി. അപ്പോൾ ഒന്നുകൂടെ കേൾക്കുക. ദി വെസ്റ്റേൺ റോമൻ എംപയർ വിത്ത് ഇറ്റ്സ് ക്യാപിറ്റൽ അറ്റ് റോം came to an end due to the continuous invasions of the Germanic tribe. ജർമാനിക് ഗോത്രവംശത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ആക്രമണത്താൽ വെസ്റ്റേൺ റോമൻ എംപയർ, റോം തലസ്ഥാനമാക്കിയിരുന്ന വെസ്റ്റേൺ റോമൻ എംപയർ നശിക്കാൻ ഇടയായി. അടുത്ത് നോക്കിയേ. ദി ടെറിട്ടറീസ് ഓഫ് ദി റോമൻ എംപയർ വെർ ക്യാപ്ചർഡ് ബൈ ഡിഫറെൻറ്റ് നൊമാഡിക് ട്രൈബ്സ്. ദ ടെറിട്ടറീസ്, ഭൂപ്രദേശങ്ങൾ, ഓഫ് ദി റോമൻ എംപയർ. അപ്പോൾ റോമൻ എംപയറിൻ്റെ ഭൂപ്രദേശങ്ങൾ വേർ ക്യാപ്ചേർഡ് ബൈ, ഇവ ക്യാപ്ചർ ചെയ്തു, പിടിച്ചെടുത്തു. ആര്? ബൈ ഡിഫറെൻറ്റ് നൊമാഡിക് ട്രൈബ്സ്, വ്യത്യസ്തമായിട്ടുള്ള നാടോടി ഗോത്രവർഗ്ഗങ്ങൾ പിടിച്ചെടുക്കുകയുണ്ടായി. ദി മോസ്റ്റ് പ്രോമിനൻറ്റ് എമംഗ് ദം വാസ് ദി ഫ്രാങ്ക്സ്. ഇങ്ങനെ വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ പല പ്രദേശങ്ങളിൽ പിടിച്ചെടുത്തവരിൽ പ്രമുഖരായിട്ടുള്ള, അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന നൊമഡിക്കായിട്ടുള്ള, നാടോടികളായിട്ടുള്ള വംശത്തിൽ ഏറ്റവും പ്രമുഖർ ഫ്രാങ്കിഷുകൾ എന്ന് പറയുന്ന വംശക്കാരായിരുന്നു. ഫ്രാങ്ക്സ് എന്നവർ പറയുന്നത് ആൾക്കാരെ ഫ്രാങ്കിഷ് എന്ന് പറയുന്നു. ദി എംപയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി ഫ്രാങ്ക്സ് വാസ് ദി ഫ്രാങ്കിഷ് എംപയർ. ഇങ്ങനെ ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യത്തെയാണ് ഫ്രാങ്കിഷ് എംപയർ എന്ന് പറയുന്നത്. എന്ത് പറയുന്നു? ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യത്തെ എന്ത് പറയുന്നു? ഫ്രാങ്കിഷ് എംപയർ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ രണ്ട് ചോദ്യമായി. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എക്സ്പ്ലെയിൻ ദ റീസൺ ബിഹൈൻഡ് ദി ഡൗൺഫാൾ ഓഫ് ദി വെസ്റ്റേൺ റോമൻ എംപയർ. പടിഞ്ഞാറൻ റോമാ സാമ്രാജ്യം തകരാൻ ഇടയായിട്ടുള്ള കാരണം എന്തായിരുന്നു? ഒറ്റ സെൻറ്റൻസ് നമുക്ക് ഉത്തരം പറയാം. ദ വെസ്റ്റേൺ റോമൻ എംപയർ കെയിം ടു ആൻ എൻഡ് ഡ്യൂ ടു ദി കണ്ടിന്യൂസ് ഇൻവേർഷൻസ് ഓഫ് ദി ജർമാനിക് ട്രൈബ്സിൻ്റെ നിരന്തരമായ ആക്രമണത്തിൻ്റെ ഫലമായിട്ട് റോമാ സാമ്രാജ്യം, പടിഞ്ഞാറൻ റോമാ സാമ്രാജ്യം അല്ലെങ്കിൽ പശ്ചിമ റോമാ സാമ്രാജ്യം തകർന്നുപോയി. അപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരമായി. അടുത്തത്, ഓക്കെ, വാട്ട് ഈസ് ഫ്രാങ്കിഷ് എംപയർ എന്ന് ചോദിക്കാം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്: ദി എംപയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി ഫ്രാങ്ക്സ് വാസ് നോൺ ആസ് ദി ഫ്രാങ്കിഷ് എംപയർ. ദി എംപയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി ഫ്രാങ്ക്സ് വാസ് ദി ഫ്രാങ്കിഷ് എംപയർ. ഫ്രാങ്കിഷ് എംപയർ എന്ന് പറയുന്നത് ഫ്രാങ്കുകൾ സ്ഥാപിച്ചിട്ടുള്ള സാമ്രാജ്യത്തെയാണ് ഫ്രാങ്കിഷ് എംപയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ രണ്ട് ചോദ്യത്തിനും ഉത്തരമായി. റോമിൻ്റെ തലസ്ഥാനം അല്ലെങ്കിൽ വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ തലസ്ഥാനം എന്ന് നമുക്കറിയാം, അത് റോമായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് ഫ്രാങ്കിഷ് എംപയറിനെ കുറിച്ചാണ്. അപ്പോൾ ഫ്രാങ്കുകൾ സ്ഥാപിച്ചിട്ടുള്ള ഈ ഫ്രാങ്കിഷ് എംപയറിൽ, അപ്പോൾ വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ കുറച്ച് ഭാഗങ്ങളാണല്ലോ ഈ ഫ്രാങ്കുകൾ പിടിച്ചെടുത്ത് ഫ്രാങ്കിഷ് എംപയറാക്കി മാറ്റിയത്. അപ്പോൾ അവിടെ ആ സാമ്രാജ്യത്തിൽ ഒരു പ്രഗത്ഭനായിട്ടുള്ള ഭരണാധികാരി ഉണ്ട്. അപ്പോൾ വെസ്റ്റേൺ റോമൻ എംപയർ എന്തായി മാറി? ഫ്രാങ്കിഷ് എംപയറായി മാറി. അപ്പോൾ ഫ്രാങ്കിഷ് എംപയറിൽ ഒരു
പ്രധാനപ്പെട്ട ഭരണാധികാരിയെക്കുറിച്ച് പഠിക്കണം. അദ്ദേഹത്തെക്കുറിച്ച് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ദാറ്റ് ഈസ് ഷാലമീൻ. ഷാലമീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ തന്നെ വായിക്കണം. പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന സ്പെല്ലിംഗ് ഇതാണ്: CHARLEMAGNE. ദാറ്റ് ഈസ് ഷാലമീൻ. ഓക്കെ, ഷാലമീൻ എന്ന് വായിക്കണം. ഷാലമീൻ. ഓക്കെ, അപ്പോൾ അവിടെ പറയുന്നതാണ് എംപറർ ഓഫ് ദി ഫ്രാങ്കിഷ് എംപയർ വാസ് ഷാലമീൻ ഓഫ് ദി കരോലിഞ്ചിയൻ ഡൈനാസ്റ്റി. കരോലിഞ്ചിയൻ വംശത്തിൽപ്പെടുന്ന ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിൻ്റെ എംപറർ, ചക്രവർത്തിയായിരുന്നു ഷാലമീൻ. പറഞ്ഞത് മനസ്സിലായോ? ഫ്രാങ്കിഷ് എംപയറിൻ്റെ ചക്രവർത്തിയായിരുന്നു ഷാലമീൻ. അദ്ദേഹം ഏത് വംശത്തിൽപ്പെടുന്ന ആളായിരുന്നു? അദ്ദേഹം കരോലിഞ്ചിയൻ എന്ന് പറയുന്ന വംശത്തിൽപ്പെടുന്ന, കരോലിഞ്ചിയൻ വംശത്തിൽപ്പെടുന്ന, രാജവംശത്തിൽപ്പെടുന്ന ആളായിരുന്നു ആര്? ഷാലമീൻ. ദി എംപയർ ഓഫ് ഷാലമീൻ വാസ് ലാർജർ ദാൻ ദ ഈസ്റ്റേൺ റോമൻ എംപയർ. എന്നാൽ ഷാലമീൻ സ്ഥാപിച്ച സാമ്രാജ്യം, അല്ലെങ്കിൽ ഷാലമീൻ്റെ ഫ്രാങ്കിഷ് എംപയർ എന്തിനേക്കാൾ വലുതായിരുന്നു? ഈസ്റ്റേൺ റോമൻ എംപയർ, കിഴക്കുള്ള പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തേക്കാൾ വിശാലമായ സാമ്രാജ്യമായിരുന്നു ഷാലമീൻ്റെ ഫ്രാങ്കിഷ് സാമ്രാജ്യം. ഷാലമീൻ സേവ്ഡ് പോപ്പ് ലിയോ തേർഡ്. ഒരിക്കൽ ഷാലമീൻ പോപ്പ് ലിയോ തേർഡ് എന്ന് പറയുന്ന ഒരാളെ രക്ഷിക്കുകയുണ്ടായി. ആരാണ് പോപ്പ്? പോപ്പ് എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയുടെ ഏറ്റവും പരമപ്രധാനിയായിട്ടുള്ള നേതാവാണ്, ആത്മീയ നേതാവാണ്. ക്രിസ്ത്യൻസിൻ്റെ ആത്മീയ നേതാവാണ് പോപ്പ്. അപ്പോൾ പോപ്പ് ലിയോ തേർഡിനെ, ഷാലമീൻ്റെ കാലഘട്ടത്തിൽ പോപ്പ് ലിയോ തേർഡിനെ ആര് സംരക്ഷിക്കുകയുണ്ടായി? ഷാലമീൻ സേവ് ചെയ്തു. എന്നിൽ നിന്ന് സേവ് ചെയ്ത് നോക്കുക? ദി സ്പിരിച്വൽ ഹെഡ് ഓഫ് ദി കത്തോലിക് ചർച്ച്. അപ്പോൾ കത്തോലിക് ചർച്ചിൻ്റെ ആത്മീയ തലവനായിരുന്ന പോപ്പിനെ, അന്നത്തെ പോപ്പിൻ്റെ പേര് പോപ്പ് ലിയോ തേർഡ് എന്നായിരുന്നു, അദ്ദേഹത്തെ ഷാലമീൻ സേവ് ചെയ്യുണ്ടായി, രക്ഷിക്കുകയുണ്ടായി. ആരിൽ നിന്നാണ് നോക്കുക? ഫ്രം ദി ട്രൈബൽ അറ്റാക്ക് ഓഫ് ദി ലൊംബാർഡ്സ്. ലൊംബാർഡ്സ് എന്ന് പറയുന്ന ഗോത്രവർഗ സമൂഹത്തിൻ്റെ ആക്രമണങ്ങളിൽ നിന്നും കത്തോലിക്ക ചർച്ചിൻ്റെ, കത്തോലിക്ക സഭയുടെ ആത്മീയ നേതാവായിരുന്ന പോപ്പ് ലിയോ തേർഡ്, പോപ്പ് ലിയോ മൂന്നാമനെ ആര് രക്ഷിച്ചു? ഷാലമീൻ രക്ഷിക്കുകയുണ്ടായി. അങ്ങനെ അതൊരു സംഭവം നടന്നു. ആ സംഭവത്തിൻ്റെ ഫലമായിട്ട്, ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, അതിന് നന്ദി സൂചകമായിട്ട്, ദ പോപ്പ് ക്രൗണ്ട് ഹിം ആസ് ദി ഹോളി റോമൻ എംപറർ. ഈ പോപ്പ് ലിയോ തേർഡ്, ലിയോ മൂന്നാമൻ ഷാലമീനെ എന്തായി പ്രഖ്യാപിക്കുകയുണ്ടായി? ക്രൗണ്ട് ഹിം ആസ് ദി ഹോളി റോമൻ എംപറർ. അദ്ദേഹത്തെ വിശുദ്ധ റോമാ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി ക്രൗൺ ചെയ്തു. ക്രൗണ്ട് എന്ന് പറഞ്ഞാൽ കിരീടദാനം നടത്തുക അല്ലെങ്കിൽ അവരോധിക്കുക എന്നാണ്. അങ്ങനെ പോപ്പ് ലിയോ മൂന്നാമൻ ഷാലമീനെ ഹോളി റോമൻ എംപയറിൻ്റെ, റോമാൻ സാമ്രാജ്യത്തിൻ്റെ, വിശുദ്ധ റോമാ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയാക്കി ഈ കിരീടദാനം നടത്തി. അങ്ങനെ ഹെൻസ് ഹിസ് എംപയർ കെയിം ടു ബി നോൺ ആസ് ഹോളി റോമൻ എംപയർ. അങ്ങനെ പിൽക്കാലത്ത് ഷാലമീൻ്റെ ഈ സാമ്രാജ്യം ഹോളി റോമൻ എംപയർ എന്നറിയപ്പെട്ടു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ആദ്യം നമ്മൾ പറഞ്ഞത് വെസ്റ്റേൺ റോമൻ എംപയർ ആണ്. വെസ്റ്റേൺ റോമൻ എംപയർ പിന്നീട് ഫ്രാങ്കുകൾ ആക്രമിച്ച് കീഴടക്കി. അത് ഫ്രാങ്കിഷ് എംപയറായി മാറി. ആ ഫ്രാങ്കിഷ് എംപയർ പിന്നീട് ഈ ഷാലമീൻ പോപ്പ് ലിയോ തേർഡിനെ സേവ് ചെയ്തതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡായിട്ട്, നന്ദി സൂചകമായിട്ട് അദ്ദേഹത്തെ എന്തായി പ്രഖ്യാപിക്കുകയുണ്ടായി? ഹോളി റോമൻ എംപററായി പ്രഖ്യാപിച്ചു. അങ്ങനെ ഷാലമീൻ്റെ ഫ്രാങ്കിഷ് സാമ്രാജ്യം എന്തായി മാറി? ഹോളി റോമൻ എംപയറായി മാറി. ഓക്കെ, അപ്പം അതൊരു ചോദ്യമാണ്, ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ഭാഗത്തൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്: എക്സ്പ്ലെയിൻ ദി സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ദി എമർജൻസ് ഓഫ് ദി ഹോളി റോമൻ എംപയർ. ഹോളി റോമൻ സാമ്രാജ്യം രൂപം കൊള്ളാൻ ഇടയാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ഉടലെടുക്കാൻ ഇടയായിട്ടുള്ള സാഹചര്യം എന്താണെന്ന് വിവരിക്കുക. ഇതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഉത്തരം നോക്കുക. ഷാലമീൻ സേവ്ഡ് പോപ്പ് ലിയോ തേർഡ്, ദി സ്പിരിച്വൽ ഹെഡ് ഓഫ് ദി കത്തോലിക് ചർച്ച്, ഫ്രം ദി ട്രൈബൽ അറ്റാക്ക് ഓഫ് ദി ലൊംബാർഡ്സ്. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ദി പോപ്പ് ക്രൗണ്ട് ഹിം ആസ് ദി ഹോളി റോമൻ എംപറർ. ഹെൻസ് ഹിസ് എംപയർ കെയിം ടു ബി നോൺ ആസ് ദി ഹോളി റോമൻ എംപയർ. ഓക്കെ, ഇത് 3 മാർക്കിൻ്റെ ചോദ്യമാണ്. എല്ലാ കുട്ടികളും നന്നായി പഠിച്ചു വയ്ക്കുക. ഉറപ്പായും ഈ ചോദ്യം പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഓക്കെ, ഇനി നോക്കുക. ഷാലമീൻ വാസ് എ ഗ്രേറ്റ് കോൺകറർ ആസ് വെൽ ആസ് ആൻ എഫിഷ്യൻ്റ് അഡ്മിനിസ്ട്രേറ്റർ. ഷാലമീൻ ഒരു മഹാനായ ഭരണാധികാരി, മഹാനായ ആക്രമണകാരി ആയിരുന്നു. തൻ്റെ സമീപത്തുള്ള ചെറിയ രാജ്യങ്ങളൊക്കെ തന്നെ ആക്രമിച്ച് കീഴടക്കുന്നതിൽ മഹത്തായ
പ്രാവീണ്യമുള്ള മനുഷ്യനായിരുന്നു ഷാലമീൻ. ആസ് വെൽ ആസ് എൻ എഫിഷ്യൻ്റ് അഡ്മിനിസ്ട്രേറ്റർ. അത് മാത്രമല്ല, അദ്ദേഹം ഒരു കാര്യക്ഷമനായ ഭരണാധികാരി കൂടിയായിരുന്നു. ഹി ബ്രോട്ട് ആൾമോസ്റ്റ് ഓൾ ദി വെസ്റ്റേൺ യൂറോപ്യൻ റീജിയൻസ് അണ്ടർ ഹിസ് വേ. അദ്ദേഹത്തിൻ്റെ അധീശത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധീനതയിൽ മിക്കുള്ള എല്ലാ വെസ്റ്റേൺ യൂറോപ്യൻ റീജിയൻസിനെയും, പാശ്ചാത്യ യൂറോപ്യൻ പ്രദേശങ്ങളെയും അദ്ദേഹം തൻ്റെ അധീനതയിലാക്കിയുണ്ടായി. നല്ലൊരു ആക്രമണകാരിയായിരുന്നു, നല്ലൊരു കോൺകററായിരുന്നു അദ്ദേഹം. ആക്രമിച്ച് വെസ്റ്റേൺ യൂറോപ്പിലെ മുഴുവൻ പ്രദേശങ്ങളെയും തൻ്റെ കഴുക്കിലാക്കി, തൻ്റെ അധീനതയിലാക്കി. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അധീനതയിൽ, രാജാവിൻ്റെ അധീനതയിലുള്ളതിനെ പറയുന്ന വാക്കാണ് സ്വേ. ഹി എക്സ്പാൻഡ് ഹിസ് എംപയർ ത്രൂ പൊളിറ്റിക്കൽ അലയൻസസ് ആൻഡ് മാട്രിമോണിയൽ റിലേഷൻസ്. അദ്ദേഹത്തിൻ്റെ ആക്രമണങ്ങളിലൂടെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചത്. മറ്റെങ്ങനെയാണ്? അതിന് 2 മാർഗങ്ങൾ കൂടി അദ്ദേഹം ഉപയോഗിച്ചു. ത്രൂ പൊളിറ്റിക്കൽ അലയൻസസ്, രാഷ്ട്രീയപരമായിട്ടുള്ള സഖ്യത്തിലൂടെയും, ആൻഡ് മാട്രിമോണിയൽ റിലേഷൻസ്, വിവാഹബന്ധങ്ങളുടെയും തൻ്റെ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി അദ്ദേഹം വർദ്ധിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഒന്ന് നോക്കി വയ്ക്കുക, നമ്മുടെ ഷാലമീൻ എന്ന് പറയുന്ന ഭരണാധികാരി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കോൺകറായിരുന്നു, ഗ്രേറ്റ് കോൺകറായിരുന്നു. ആൻഡ് ആസ് എൻ എഫിഷ്യൻ്റ് അഡ്മിനിസ്ട്രേറ്റർ, ഒരു നല്ല ഭരണാധികാരി കൂടിയായിരുന്നു. ഹി ബ്രോട്ട് ഓൾമോസ്റ്റ് ഓൾ ദി വെസ്റ്റേൺ യൂറോപ്പ് റീജിയൻസ് അണ്ടർ ഹിസ് വേ. പടിഞ്ഞാറ് യൂറോപ്പിലെ എല്ലാ പ്രദേശങ്ങളും, മിക്കവാറും എല്ലാ പ്രദേശങ്ങളും അദ്ദേഹത്തിൻ്റെ അധീനതയിൽ അദ്ദേഹം ആക്കുകയുണ്ടായി. ഹി എക്സ്പാൻഡ് ഹിസ് എംപയർ ത്രൂ പൊളിറ്റിക്കൽ അലയൻസസ്. അദ്ദേഹത്തിൻ്റെ ആക്രമണങ്ങളിലൂടെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ച എന്തിലൂടെയൊക്കെയാണ്? 2 അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ആൻഡ് ത്രൂ പൊളിറ്റിക്കൽ അലയൻസസ്, രാഷ്ട്രീയപരമായ സഖ്യങ്ങളുടെയും, ആൻഡ് മാട്രിമോണിയൽ റിലേഷൻസ്, വൈവാഹിക ബന്ധങ്ങളിലൂടെയുമാണ് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചിരുന്നത്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഹിസ് എംപയർ. അദ്ദേഹം തൻ്റെ സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃത ഭരണ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരുന്നത്. അദ്ദേഹം ഏർപ്പെടുത്തിയിരുന്നു? ഹി ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഹിസ് എംപയർ. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഭരണവ്യവസ്ഥ സ്ഥാപിച്ചിരുന്നു. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വാസ് എൻട്രസ്റ്റഡ് ടു ഓഫീസേഴ്സ് നോൺ ആസ് കൗൺസ്. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് പ്രാദേശികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥൻ്റെ പേര് കൗൺസ് എന്നായിരുന്നു. കൗണ്ടുകൾ എന്താണ്? കൗൺസ്. ടു കീപ്പ് ആൻ എഫക്റ്റീവ് ചെക്കപ്പ് ഓൺ ദി ആക്ടിവിറ്റീസ് ഓഫ് ദി കൗൺസ്, ഹി ക്രിയേറ്റഡ് എ സീക്രട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നെയ്മഡ് മിഷി ഡൊമിനിഷി. അപ്പോൾ ആ 2 പേരുകൾ ഓർമ്മിച്ചിരിക്കുക. കൗൺസ് പറഞ്ഞാൽ ഓഫീസേഴ്സ് ഇൻട്രസ്റ്റഡ് ടു ദി അഡ്മിനിസ്ട്രേഷൻ, ദി ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. ഇനി അടുത്തതാ മിഷി ഡൊമിനിഷി. എന്താ മിഷി ഡൊമിനിഷി ചോദിച്ചാൽ ടു കീപ്പ് ആൻ എഫക്റ്റീവ് ചെക്ക് അപ്പ് ഓൺ ദി ആക്ടിവിറ്റീസ് ഓഫ് ദി കൗൺസ്. കൗണ്ടുകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി വിലയിരുത്തുന്നതിന് വേണ്ടി ഉള്ള ഒരു സീക്രട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു വിഭാഗം, രഹസ്യമായിട്ടുള്ളൊരു വിഭാഗമായിരുന്നു മിഷി ഡൊമിനിഷി എന്ന് അറിയപ്പെടുന്നത്. മിഷി ഡൊമിനിഷി എന്ന് അത് വായിക്കണം, മിസ്സി ഡൊമിനിഷി എന്ന് വായിക്കരുത്. റിലീഫ് ഫണ്ട്സ് വെയർ ക്രിയേറ്റഡ് ഫോർ ഹെൽപ്പിംഗ് ദ പുവർ. അത് മാത്രമല്ല, നമ്മുടെ സാധാരണക്കാരായ ആൾക്കാരെ, പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി അദ്ദേഹം റിലീഫ് ഫണ്ട്സ്, ദുരിതാശ്വാസ നിധികളൊക്കെ തന്നെ അദ്ദേഹം രൂപം കൊടുത്തിരുന്നു. ഇന്ന് നമ്മൾ കൊറോണ കാലത്ത് നമ്മൾ മുഖ്യമന്ത്രിക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ സംഭാവന കൊടുക്കുന്നത് പോലെ അദ്ദേഹം പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ചില ദുരിതാശ്വാസ നിധികളൊക്കെ തന്നെ അദ്ദേഹം രൂപീകരിച്ചിരുന്നു. എ നെറ്റ്വർക്ക് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഷാലമീൻ. അത് മാത്രമല്ല, ഷാലമീൻ നേതൃത്വത്തിൽ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു നെറ്റ്വർക്ക്, ഒരു കൂട്ടം അദ്ദേഹത്തിൻ്റെ എംപയറിൽ, അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ സ്ഥാപിച്ചിരുന്നു. ദി റിസൾട്ടൻറ്റ് ഇൻ്റലക്ച്വൽ അവേക്കനിങ് വാസ് നോൺ ആസ് ദി കരോലിഞ്ചിയൻ റിനൈസൻസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള ദ റിസൾട്ടൻറ്റ് ഇൻ്റലക്ച്വൽ അവേക്കനിങ് ഇൻ ദ ടൈം ഓഫ് ഷാലമീൻ. അപ്പോൾ ഷാലമീൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള ഇൻ്റലക്ച്വൽ അവേക്കനിങ്, ബൗദ്ധികമായ ഉണർവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള ഉണർവ്. എല്ലാ കാര്യങ്ങളും ചിന്തിക്കാനും, ആ ചിന്തിച്ച കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കുന്നത് യുക്തിപരമായി ചിന്തിക്കുവാനും, ആ ചിന്തിച്ച വിവരങ്ങളെ അപഗ്രഥിക്കുവാനുള്ള നമ്മുടെ കഴിവാണ് ഇൻ്റലക്ച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത്. നമുക്ക് ബൗദ്ധികമായൊരു ബോധമുണ്ടാവുക, നമ്മൾ കാണുന്ന കാര്യങ്ങളെയും കേൾക്കുന്ന കാര്യങ്ങളെയും അറിയുന്ന കാര്യങ്ങളെയും അത് യുക്തിപരമായി അപഗ്രഥിച്ച് അതിൽ
വസ്തുത കണ്ടെത്തുക, ആ കണ്ടെത്തുന്ന ബോധമാണ് ഇൻ്റലക്ച്വൽ അവേക്കനിങ്. അപ്പോൾ എല്ലാവരിലും ഒരു ഇൻ്റലക്ച്വൽ അവേക്കനിങ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ, വിദ്യാഭ്യാസം ജനങ്ങൾ ലഭിക്കുന്നതിലൂടെ ആ രാജ്യത്തൊരു ജനങ്ങൾക്ക് ബൗദ്ധികമായ ഉണർവുണ്ടായി. ഈ ഉണർവിനെയാണ് ദാറ്റ് ഈസ് നോൺ എസ് കരോലിഞ്ചിയൻ റിനൈസൻസ്. ഇതിനെയാണ് കരോലിഞ്ചിയൻ നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ കരോലിഞ്ചിയൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ നേരത്തെ കേട്ടു. ആ കരോലിഞ്ചിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡൈനാസ്റ്റി ഓഫ് ഷാലമീൻ, ഷാലമീൻ്റെ ഡൈനാസ്റ്റി, ഷാലമീൻ്റെ രാജവംശ പാരമ്പര്യത്തെയാണ് കരോലിഞ്ചിയൻ എന്ന് പറയുന്നത്, കരോലിഞ്ചിയൻ രാജവംശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഷാലമീൻ്റെ കാലത്തുണ്ടായിട്ടുള്ള ഈ ഇൻ്റലക്ച്വൽ അവേക്കനിങ്ങിനെയാണ് എന്ത് പറയുന്നത്? ദ കരോലിഞ്ചിയൻ റിനൈസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കത് ചോദിക്കും. കരോലിഞ്ചിയൻ നവോത്ഥാനം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, 4 മാർക്കിനാണ് ഈ പാഠഭാഗം പഠിച്ചു വയ്ക്കേണ്ടത്. ഇനി നോക്കാം. വിത്ത് ദ ഡെത്ത് ഓഫ് ഷാലമീൻ ദ ഫ്രാങ്കിഷ് എംപയർ വാസ് ഡിവൈഡ് ആൻഡ് ഗ്രാജുവലി കൊളാപ്സ്ഡ്. അങ്ങനെ ഷാലമീൻ്റെ മരണശേഷം ഈ സാമ്രാജ്യം വിഭജിച്ചു പോവുകയും തുടർന്ന് അത് നശിച്ചു പോവുകയും ചെയ്തു. ലോകത്തെ ഏറ്റവും മഹാന്മാരായിട്ടുള്ള ഭരണാധികാരിയുടെ കൂട്ടത്തിൽപ്പെടുന്ന ആളാണ് ഷാലമീൻ. മികച്ച ഭരണകർത്താവ്, രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, സാമ്രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്ന മികച്ചൊരു ഭരണകർത്താവായിരുന്നു. അതിനേക്കാൾ ഉപരി ഒരു മഹാനായിട്ടുള്ള ആക്രമണകാരിയായിരുന്നു ആര്? നമ്മൾ പറയാം അലക്സാണ്ടറെ പോലെയൊക്കെയുള്ള, അലക്സാണ്ടർ അത്രയും ഒന്നും ആയില്ലെങ്കിലും ഓക്കെ, അദ്ദേഹത്തിന് അത്രയും കീർത്തി കേട്ടതല്ലെങ്കിലും മികച്ച ഭരണാധികാരിയും യൂറോപ്പിനെ ആക്രമിച്ച് കീഴടക്കി തൻ്റെ സാമ്രാജ്യം സൃഷ്ടിക്കുന്നതിൽ വിജയിച്ച ഒരു മഹാനായ വ്യക്തിയായിരുന്നു ഷാലമീൻ. ഓക്കെ, പേരോർക്കുമല്ലോ, ഷാലമീൻ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഈ ഭാഗത്ത് നമുക്ക് 2 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ, ഒന്ന് 4 മാർക്കുള്ള ചോദ്യമാണ്. ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻ ദി കരോലിഞ്ചിയൻ റിനൈസൻസ്. കരോലിഞ്ചിയൻ റിനൈസൻസിനെ കുറിച്ചാണ് എഴുതേണ്ടത്. അത് ഈ പാഠഭാഗത്തുള്ള അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എല്ലാം കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ അത് കരോലിഞ്ചിയൻ റിനൈസൻസ് ആയി കഴിഞ്ഞു. അത് ആ പാരഗ്രാഫ് നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കണം. രണ്ടാമത്തെ ചോദ്യം, ഓക്കെ, ഷാലമീൻ വാസ് എ ഗ്രേറ്റ് എംപറർ. ഷാലമീൻ ഒരു മഹാനായ ഭരണാധികാരിയായിരുന്നു. അത് കൊട്ടേഷനിൽ തന്നതിന് ശേഷം എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് ഹിസ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ സവിശേഷതകൾ വിവരിക്കാൻ കൂടി നിങ്ങൾക്ക് ചോദിക്കും. ആ 2 ചോദ്യങ്ങൾക്കും ഈ പാരഗ്രാഫിലുള്ള ഉത്തരം തന്നെയാണ്. അതൊന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ.